ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി കെയർ. ഇന്നൊരു റോസ് ഫേസ് പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം ഉണ്ടാകുന്നൊരു റോസ് പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോസ് ഉപയോഗിച്ചൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ പൂവോ അതായത് വേറെ റോസോ അല്ലെങ്കിൽ വാങ്ങിച്ച റോസോ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകുക ആദ്യം, കാരണം പാറ്റി എന്തെങ്കിലും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്കിന്ന് അതായത് ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആദ്യം കഴുകുക. അതിനുശേഷം അതിൻ്റെ ഇതളുകളൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി ബാക്കി എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇതളുകളായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത് ഫസ്റ്റ്. അതായത് വെള്ളം അങ്ങനെയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഡ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് പാല് ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടത്. അപ്പോൾ ടോട്ടൽ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാക്കിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി 2 കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അലോവേര ജെല്ലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാക്സിമം അതന്നെ ഇടാൻ ശ്രമിക്കൂ. അപ്പോൾ ഞാനിത് ഫ്രഷല്ല, ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ പൂ എടുക്കുന്ന സമയത്ത് 4 പൂവൊന്നും ആവശ്യമില്ല. അത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു പാക്ക് കൂടുതലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറവായിട്ട് എടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മളിത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു തവണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് ഒരു തവണ ഉണ്ടാക്കുന്നത് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര പൂവൊന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് അതായത് കുറവായിട്ട് എടുത്താലും മതി. അപ്പോൾ അതൊന്ന് മിക്സ് ആയിട്ടുണ്ട്, പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയാം. പാക്ക് ഇട്ട് വാഷ് ചെയ്ത ശേഷം, അതായത് ഈ പാക്ക് എന്നല്ല, ഏത് പാക്കാണെങ്കിലും പാക്ക് ഇട്ട ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ സാധാ തണുത്ത വെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. അല്ലാതെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പൊന്നും ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യരുത്. ഇങ്ങനെ തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. പിന്നെ അതായത് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ കറക്റ്റായി യൂസ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായും മുഖം നല്ല ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവുകയും നന്നായിട്ട് നിറം വയ്ക്കാനും പിന്നെ മുഖമൊക്കെ നന്നായിട്ടൊരു ഗ്ലോ ആവാനും ഈ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇഷ്ടമാകുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.